ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്നെനിക്ക് നേരത്തെ പോകണം. അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഒന്നും കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ പോയി കഴിക്കണം. പിന്നെ എൻ്റെ ക്ലിനിക്കിലെ ഡേ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം അവിടെ ചെന്നിട്ട് പേഷ്യൻറ്റിനോട് സംസാരിക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഞാൻ ഫുൾ അങ്ങനെ ബിസിയാവും. അതുകൊണ്ടും കൂടെ ഞാൻ ഈ 1-2 മിനിറ്റ് എൻ്റെ വീഡിയോ ഇടുന്നത്. അതൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല. എന്നാലൊരു ഷോർട്ട് ക്ലിപ്പ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു, കഴിച്ചു. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് ഞാൻ അവരെയൊക്കെ നോക്കാറ്. ചിലർക്ക് ഈ പട്ടിയും പൂച്ചയും പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്ക് കിളികളെ ഇഷ്ടമാണ്. പട്ടീനെയും പൂച്ചേനെയൊക്കെ എനിക്ക് ദൂരേന്ന് ഇഷ്ടമാണ്. ഞാൻ തൊടാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്കിങ്ങനെ പെറ്റാക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ മുന്നോട്ട് തോന്നുമായിരിക്കും. പക്ഷേ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി കുറച്ച് സമയം ഞാൻ അതിനായിട്ട് സ്പെൻഡ് ചെയ്യും, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതായിട്ട്. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കഴിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലേറ്റായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും എടുത്തില്ല. സോറി. അപ്പോൾ എനിക്കിനി ഇപ്പോൾ ക്ലിനിക്കിൽ പോകണം. ഓക്കെ. അപ്പം ഞാൻ മുടി കെട്ടി. ഈ ബുക്ക് കണ്ടോ? ഇത് ഞാൻ എൻ്റെ ബാഗ് ഡെയിലി കൊണ്ട് കിടക്കും. യൂട്യൂബിൽ സ്പിരിച്വൽ കണ്ടൻറ്റ് വല്ലതും ഇടാൻ വേണ്ടി, നോട്ട്സ് എഴുതാൻ വേണ്ടി എടുത്തൊരു ബുക്കാണിത്. പക്ഷേ ഇതുവരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കുത്തിയിരുന്ന് എഴുതാനായിട്ട്. എന്തായാലും ഞാനിതിനെ ഡെയിലി ബാഗിൽ കൊണ്ട് കിടക്കും. ഇന്നല്ലേ നാളെ സമയം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇനി നോക്കാമല്ലേ. എത്തി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ എൻ്റെ അസിസ്റ്റൻറ്റ് വരും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുൾ ബിസി ആവും പേഷ്യൻറ്റും കാര്യമൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ ക്ലിനിക്കിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഡെസ്ക്, ചെയർ, ഇവിടെ വെളിയിൽ വെയിറ്റിംഗ് ഏരിയ ആണ്. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്. മുംബൈയിലെ ക്ലിനിക്കൊക്കെ ചെറുതാണ്. നാട്ടിലെ കൂട്ട് അധികം സ്പേസ് ഒന്നും കിട്ടില്ല. അപ്പോൾ വാഷ്റൂം ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ എനിക്ക് വീട്ടിൽ ഓടേണ്ടി വരും. ഇതൊരു സ്റ്റോർ റൂമാണ്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റെറിലൈസേഷനും കാര്യമൊക്കെ, ഓട്ടോ ക്ലീനിങ്, അതിൻ്റെയൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഒന്നിൽ. അപ്പോൾ അപ്പോൾ 3 അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. ഇനി ഒരു അപ്പോയിൻമെൻറ്റും കൂടെ ഉണ്ട്. അത് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ എനിക്ക് വൈകുന്നേരം വന്നാൽ മതി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര ബോറാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഡേയിൽ പല്ലുമണി തന്നെയാണ് കൂടുതലും നടക്കാറ്. രാവിലെ വന്ന് കുറച്ച് പേഷ്യൻ്റ് ചെയ്തിട്ട് പോവും. വീട്ടിൽ ചെന്ന് വല്ലതും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം വീണ്ടും വരും. വൈകുന്നേരം പേഷ്യൻ്റ് ചെയ്തിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. നാട്ടിലെ കൂട്ടല്ല. ഇവിടെയൊക്കെ 9 മണിയാകുമ്പോഴാണ് ആളുകളൊക്കെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നത്. അപ്പം കുറേ അപ്പോയിൻമെൻറ്റ്സ് 9 മണിക്ക് ശേഷം. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 10-15 മിനിറ്റ് ഫ്രീ ആയി. ഞാൻ വീണ്ടും ഈ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വല്ലതും എഴുതാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. കുറേ നാളായിട്ട് വിചാരിക്കുന്നു എന്തെങ്കിലും ശരിക്കും നല്ലപോലെ എന്തെങ്കിലും പഠിച്ച് കണ്ടൻറ്റ് എഴുതിയിട്ട് വീഡിയോ ഇടണമെന്ന്. കാരണം ഇതുവരെ ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ ചുമ്മാതെ മൈൻഡിൽ വരുന്ന അന്നേരം തന്നെ പറഞ്ഞങ്ങ് റെക്കോർഡ് ചെയ്തങ്ങ് ഇട്ടുകയാണ്. ഇനി അതല്ലാതെ കുറച്ചൊരു പ്രൊഫഷണൽ കണ്ടൻറ് ക്രിയേഷൻ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഇടണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിക്കണമെന്നുണ്ട്. യൂട്യൂബിൻ്റെ അൽഗോരിതവും കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സമയമാണ് ഇഷ്യൂ. സമയം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ക്ലിനിക്കിലും അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. വീട്ടിലായാലും അത് തന്നെ ഗതി. പിന്നെ ക്ലിനിക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇച്ചിരിയെങ്കിലും വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിലാണെങ്കിൽ കുറച്ച് പണിയൊക്കെ നടക്കുക, റെനോവേഷൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വീട്ടിലാണെങ്കിൽ ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല.
ഇനി എടുത്താൽ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുമാതിരി ആണ്, പിന്നെ ഒരു വെളിച്ചവും കാര്യമൊന്നും അധികം ഇല്ല. ഇവിടെ അമ്മ കുഴപ്പമില്ല, അതാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പെണ്ണിനെ, എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞാൻ പറഞ്ഞു വിടും. കാരണം എനിക്ക് ചമ്മലാണ്. ഒന്നാമത് ഞാൻ മലയാളത്തിലാണ് ഇന്ന് സംസാരിക്കുന്നത്, അപ്പോൾ അവൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ ഹിന്ദിക്കാർക്കൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പറയുമ്പോഴേ അവർ ചോദിക്കും എന്തെന്ന് ഇവർ പറയുന്നതെന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ നോക്കുന്നത്. പിന്നെ അപ്പോൾ ശരി, വൈകിട്ട് എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ട്. കുറച്ച് സമയം കണ്ടെത്തി കുറച്ച് തുണികളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അറിയില്ല, പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാം. ഓക്കെ, അപ്പോൾ ബൈ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ.